ഹായ്, ഹലോ. ആം, എന്തൊക്കെയുണ്ട്? ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഈ തമ്മനയിൽ കാണുന്ന പോലെ ഹാവ് എ പേർപ്പസ്ഫുൾ ലൈഫ്. നമുക്കെല്ലാവർക്കും ഒരു ലൈഫിൽ ഒരു പേർപ്പസ് അല്ലെങ്കിൽ ഒരു ഗോൾ വേണം. ഇത് നമ്മളത് ക്രിയേറ്റർ അല്ലെങ്കിൽ യൂണിവേഴ്സ് എല്ലാവരും യുണീക്കായിട്ട് പടച്ചിരിക്കണം. നമുക്കെല്ലാവർക്കും ഒരു കഴിവുണ്ട്, പക്ഷെ അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമ്മളാണ്. വെറുതെ ലൈഫിൽ മോർണിംഗ് ആണ് എഴുന്നേൽക്കുന്നു, രാത്രിയാകുമ്പോൾ ഉറങ്ങുന്നു, ഇങ്ങനത്തെ ഒരു പേർപ്പസ് അല്ല നമ്മുടെ ലൈഫിൽ. നമ്മൾക്ക് ഒരു ബ്രെയിൻ തന്നിട്ടുണ്ട്, ആ ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിക്കണം. അല്ലാതെ അതിനിങ്ങനെ ഐഡിലാക്കി എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ലൈഫിലെ ഗോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മളെന്താ ചെയ്യുന്നത്? ഒരു റോബിൻ ശർമ്മയുടെ ഒരു ബുക്ക് തന്നെ ഉണ്ട്, ഹൂ വിൽ ക്രൈ വെൻ നൈറ്റ് ഡൈ. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് നമുക്ക് ചിന്തിക്കാനുണ്ടല്ലേ. നമ്മൾ മരണശേഷം നമ്മൾ എത്ര പേര് ഓർക്കും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു ലൈഫിൽ പേർപ്പസ് ലൈഫിൽ എന്തായാലും വേണം. അപ്പോൾ അപ്പോഴേ നമ്മൾ ജനങ്ങൾ ഉൾക്കൊള്ളും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ചെയ്തു വെച്ച് പോകണം. അപ്പോഴാണ് നമ്മൾ അതായത് ഗുഡ് ഡീഡ്സ്. അപ്പോൾ ഒരു ഗുഡ് ഡീഡ്സ് നമ്മൾ ചെയ്തു വെച്ച് പോയി കഴിഞ്ഞാൽ, എത്തിക്സോട് കൂടി ചെയ്തു വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി, സൊസൈറ്റി, നമ്മുടെ ചിൽഡ്രൻ ആണെങ്കിലും അത് കഴിഞ്ഞുള്ള ജനറേഷൻസ് ആണെങ്കിലും ഓർക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ലൈഫിൽ ചെയ്തു വെച്ച് പോകണം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയണത്. ഇപ്പോൾ തന്നെ ഒരുപാട് ഡിസ്കവറീസ് നടത്തിയ നമ്മുടെ സയൻറ്റിസ്റ്റ് ആവട്ടെ, ന്യൂട്ടൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ, തോമസ് ആൽവ എഡിസൺ, അവരൊക്കെ നമ്മൾ ഇന്ന് ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു ലൈഫിൽ, ഒരു ക്ലിയർ ഗോൾ ഉണ്ടായിരുന്നു. ആ ഗോളൊക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് അവർ ബ്രെയിനെ ഒരിക്കലും റെസ്റ്റ് കൊടുത്തിട്ടില്ല. ആ റെസ്റ്റ് കൊടുക്കാതെ അവർ വർക്ക് ചെയ്യിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ അവരുടെ ലൈഫിലെ ക്ലിയർ വിഷൻ ആൻഡ് ഗോൾ അവർ കണ്ടുപിടിച്ചതും. അവർക്ക് ഇന്നും എത്രയോ ജനറേഷൻസ് നമ്മൾ പഠിച്ച്, നമ്മുടെ മക്കൾ പഠിക്കുന്നു, ഇനിയും വരുന്ന ജനറേഷൻസ് അവർ പഠിക്കുന്നു. അപ്പോൾ അവരൊക്കെ അതുപോലെ ഒരുപാട് ബിസിനസ് മാൻ, ഇപ്പോൾ അടുത്ത മനുഷ്യൻ നമ്മുടെ രത്തൻ ടാറ്റ, അങ്ങനെയൊക്കെ എത്രയോ വലിയ ബിസിനസ് മാനാണ്. പക്ഷെ അങ്ങനെ ജനിച്ചത് അത്ര നല്ല ഇതിലൊന്നും അല്ലെങ്കിലും അങ്ങനെ എത്രയോ നല്ല ഒരു മനുഷ്യനായിട്ടാണ് മരിച്ചത്. എത്രയോ പേര് ഇനിയും ഓർക്കും അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഹൗ നമ്മൾ ജനിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എത്ര പുവർ സർക്കംസ്റ്റൻസ് ആവട്ടെ, എത്രയോ ഏത് സർക്കംസ്റ്റൻസസ് ആവട്ടെ, പക്ഷെ നമ്മൾ മരിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള കാര്യം. നമ്മുടെ ഡേറ്റ്സ് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാവണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പേർപ്പസ് ലൈഫിൽ എപ്പോഴും സെറ്റ് ചെയ്യണം. അല്ലാതെ വെറുതെ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ലിമിറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ആ ലിമിറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയാകുന്നു, ഉറങ്ങുന്നു. ഇതിലപ്പം ഒരു ലോകമില്ലാതെ വളരെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രെയിനെ വെറുതെ ഐഡിലാക്കി ഇരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പേർപ്പസ് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്യിക്കണം, ഗ്രോത്ത് മൈൻഡ് സെറ്റ് എടുക്കണം. എന്നിട്ട് നമുക്ക് ഗ്രോയിങ് ആയിട്ടുള്ള പീപ്പിൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം, അവരെങ്ങനെയാണ് വളരണേ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ നോക്കാം. ഞാൻ പറയാം ഒരു ഫോർ കാര്യങ്ങൾ. നമ്മൾ പിക്ക് സംതിങ് ദാറ്റ് വി ഷുഡ് ബി ഗുഡ് അറ്റ്. നമ്മൾ ഏതെങ്കിലാണോ ഏറ്റവും ടാലൻറ്റഡ്. നമുക്ക് ചിലപ്പോൾ ഇൻബോൺ ടാലൻസ് ഉണ്ടാകും. പിന്നെ നമുക്ക് ജനിച്ചത് ശേഷം നമ്മൾ ഒരുപാട് ടാലൻസ് അക്വയർ ചെയ്യും. ആ ടാലൻസൊക്കെ നമ്മൾ ഗുഡായിട്ടുള്ള ഒരുപാട് ടാലൻസ് ഉണ്ടാവും അല്ലേ. ആ ടാലൻസൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തുക. അതിലേതെങ്കിലും ടാലൻറ്റ് നമ്മൾ കണ്ടെത്തുക. അത് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമാണോ ചെയ്യാൻ നമ്മൾ നോക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ പാഷൻ എന്നൊക്കെ പറയും, വി ഷുഡ് ലവ് ടു ഡു ഇറ്റ്. അത് നമ്മൾ ചെയ്യാനും ഇഷ്ടപ്പെടണം. അങ്ങനെയൊക്കെ അത് നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അതിനെ പറയുക. അപ്പോൾ നമ്മൾ പാഷനാക്കുമ്പോൾ തന്നെ വി ഷുഡ് ബി ഗുഡ് അറ്റ് ഇറ്റ്, വി ഷുഡ് ഹാവ് സം സ്കിൽസ്. ആ സ്കിൽ നമ്മൾ സ്കില്ലായിരിക്കണം. അത് നമുക്ക് ചെയ്യാൻ ഇഷ്ടം വേണം. അപ്പോൾ നമ്മളൊരു പാഷനും കൂടി ആവും. വി ഷുഡ് ലവ് ടു ഡു ഇറ്റ്. എൻ്റെ തേർഡ് പോയിൻ്റ് എന്നാണ്, അതിലാണ് കാര്യമായിരിക്കുന്നത്. ദ വേൾഡ് ഷുഡ് ബെനിഫിറ്റ് ഫ്രം ഇറ്റ്. വേൾഡും സൊസൈറ്റിക്കും ഒക്കെ ബെനിഫിറ്റ് ഉണ്ടാവണം. അല്ലാതെ വെറുതെ ഒരു ടാലൻ്റ് എടുത്ത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ചെറിയൊരു ആർട്ട് ഒരുപാട് പേർക്ക് ഒരു ആൾക്ക് ഉപകാരമില്ലാതെ വെറുതെ നമ്മൾ ഒരു ആൾക്ക് ഉപകാരമില്ലാത്തൊരു സ്ഥലം വെറുതെ വൃത്തിയാക്കി കൊണ്ടിരുന്ന ഒരു കാര്യമില്ല. പക്ഷെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമുള്ള സ്ഥലം നമ്മൾ അവിടെ ഒരു കൃഷിയൊക്കെ നടത്തി കഴിഞ്ഞാൽ, ഒരുപാട് വിളവെടുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കൊക്കെ ചെയ്ത് ഒരു കൃഷിക്കാരൻ അവിടെ ഒരുപാട് വിളവെടുത്ത് അത് ഒരുപാട് പേർക്ക് കൃഷി ചെയ്ത് ആ വിളവെടുത്ത സാധനം പ്രൊഡക്റ്റ് എല്ലാവർക്കും കൊടുക്കുമ്പോൾ ആ ഒരുപാട് സൊസൈറ്റിയിലുള്ള ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും അല്ലേ. അപ്പോൾ അങ്ങനെ വേൾഡ് ഷുഡ് ബെനിഫിറ്റ് ഫ്രം ഇറ്റ്. ആ കൃഷിക്കാരൻ അത് എൻജോയ് ചെയ്ത് ചെയ്യണം കേട്ടോ. അല്ലാതെ അയാൾ ആർക്കോ വേണ്ടിയൊന്ന് കൃഷി ചെയ്യുന്നു, അയാളുടെ അങ്ങനെ ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യം അയാൾ ചെയ്യരുത്. ഹി ഷുഡ് ലവ് ടു ഡു സംതിങ്, ഹി ഷുഡ് ലവ് ടു ഡു ദാറ്റ് പ്രൊഫഷൻ. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിൽ മണി ഡിമാൻഡ് ചെയ്യണം.
വി ഷുഡ് ഗെറ്റ് മണി ഫ്രം ദാറ്റ്. ഓക്കെ, വി ഷുഡ് ഗെറ്റ് പെയ്ഡ്. എന്തുകൊണ്ടാണ് നമ്മൾ ഗെറ്റ് പെയ്ഡ് എന്ന് പറയുന്നത്? ഇവിടെ എല്ലാവരും ചിന്തിക്കും ഇത് തെറ്റാണെന്ന്. അല്ല കേട്ടോ, നമ്മൾ പെയ്ഡ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതിലൊരു പ്രൊഫഷൻ ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. നമുക്ക് എന്താണെങ്കിലും ഒരു മണി, എല്ലാവരും പറയും മണി കാൺ ബൈ ഹാപ്പിനെസ് എന്നൊക്കെ. പക്ഷെ ഉള്ളിൽ മണി കാൺ ബൈ ഹാപ്പിനെസ്. നമുക്കില്ല, വേൾഡിൽ നിൽക്കണമെങ്കിൽ നമുക്ക് മണി വേണമല്ലേ. മണി ഈസ് ദ സോഴ്സ് ഓഫ് എവരിത്തിങ് ആൻഡ് മണി ഈസ് ആൻ എനർജി. അപ്പോൾ മണിയില്ലാതെ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന വെറുതെ ഇയാൾ കൃഷിക്കാരൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അയാൾക്കൊരു കാലത്ത് മടുപ്പ് വരില്ലേ. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും മണി കൊടുക്കുമ്പോൾ അയാളുടെ ഹാപ്പിനെസ്സാണത്. അയാൾ ചെയ്യുന്ന സർവീസ് നമ്മൾ കൊടുക്കുന്ന ഒരു ടോക്കൺ ഓഫ് ലവ് ആണ് ആ മണി എന്ന് പറയുന്നത്. അപ്പോൾ only money can do that. Money is an energy that goes only to high vibrant people. അയാൾ ചെയ്യുന്ന ആ ഒരു നല്ല സർവീസ് നമ്മളൊരു കൊടുക്കുന്ന ഒരു ടോക്കൺ ഓഫ് ലവ് ആണ്. അപ്പോൾ മണി ഷുഡ് ഗോ ടു സച്ച് പീപ്പിൾ. നമ്മൾ ഇപ്പോൾ സ്വീപ്പേഴ്സ് ആവട്ടെ, എവിടെയെങ്കിലുമൊക്കെ മോളൊക്കെ ക്ലീൻ ചെയ്യുന്നത്, അവരത് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ, if they are okay with that job, they okay, but they should get paid for that also. അപ്പോഴാണ് അവർക്കത് ഒന്നും കൂടി ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് അതിൽ ആ സർവീസിന് സാലറി കിട്ടുമ്പോൾ അവരൊന്നും കൂടി നന്നായി ചെയ്യും അല്ലേ. അല്ലാതെ വെറുതെ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അത് ഇഷ്ടത്തോടു കൂടിയല്ല. ഒരു ബാർബർ, അയാൾക്ക് ഹെയർ കട്ടിങ് സ്റ്റൈൽസൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അയാൾക്കതൊരു പാഷനാണ്, ഇഷ്ടമാണ്. ഹി ലവ്സ് ടു ഡു ഇറ്റ്. ബട്ട് അയാളിങ്ങനെ വെറുതെ ഒരു മണിയില്ലാതെ ചെയ്യുമ്പോൾ അയാൾക്കതൊരു മടുപ്പ് വരും. അപ്പോൾ ഹി ഷുഡ് ഗെറ്റ് പെയ്ഡ്. അപ്പോൾ അങ്ങനെ അയാൾക്ക് അതിൽ നിന്നും ഒരു വരുമാനം കൂടി ആകുമ്പോഴും അത് വരുമാനം കിട്ടുമ്പോൾ അയാൾക്ക് ഒരുപാട് സന്തോഷം വരും. സോ ഹി ഷുഡ് ഗെറ്റ് പെയ്ഡ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒരു പ്രൊഫഷൻ, ഹി സ്കിൽഡ് അറ്റ് ദാറ്റ് ജോബ്. അപ്പോൾ അയാൾക്ക് സ്കില്ലുണ്ട്. ബാർബർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വെറും ഒരു ബാർബർ എന്ന് പറയുമ്പോൾ സാധാ ബാർബർ, ടാലൻറ്റൊക്കെ ബാർബർക്ക് ഒരുപാട് ഹെയർ കട്ടിങ് സ്റ്റൈൽസൊക്കെ ഉണ്ടല്ലേ, ലേഡീസിനാവട്ടെ മെയിൽസിനാവട്ടെ എല്ലാവർക്കും അതെ. അപ്പം അവർക്ക് ഇതിൽ ഹീ ലവ്സ് ടു ഡു ഇറ്റ് ആൻഡ് ഹീ ഈസ് പാഷനേറ്റ് ആൻഡ് the world is also benefiting from it, and he is also getting paid. അയാൾക്ക് അപ്പോൾ ഹീ ഈസ് ഹാപ്പി വിത്ത് ദ ജോബ് ആൻഡ് he's benefiting from the job. He's also benefiting from the job. The world is also benefiting from that job. Society is also benefiting from that job, and he's getting paid. He's loving to do it. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു അയാളുടെ ഒരു പേർപ്പസ് തന്നെയായി മാറിയത്. അപ്പോൾ ലൈഫിലെ പേർപ്പസ്. അപ്പോൾ ഹി വിൽ ബി നോൺ ആസ് വെൽ ടാലൻറ്റഡ് ബാർബർ. ആൻഡ് അയാളൊരു അയാൾക്കത് പറയുമ്പോൾ തന്നെ അയാൾ പ്രൗഡായിരിക്കും. ഒരു കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ബേക്ക് ചെയ്യുന്നൊരു ഫീമെയിലാണ്, ലേഡിയാണ് അടുന്നത്, കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ലേഡിക്ക് ഷീ ലവ്സ് ടു ഡു ഇറ്റ്. അപ്പോൾ അവർ അത് നന്നായി ബേക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ അയാൾക്ക് ആ കുട്ടിക്ക് അത് ബേക്ക് ചെയ്യുന്നതിന് ഒരു ഫീ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഒന്നും കൂടി അത് ചെയ്യാൻ ഇഷ്ടം തോന്നും. അപ്പോൾ വീണ്ടും അത് ആ കുട്ടിക്ക് ഒന്നും കൂടി നന്നായി ഡെക്കറേറ്റ് ചെയ്യാൻ അതിൻ്റെ ഐറ്റംസൊക്കെ മേടിക്കുക. അത് കേക്കിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും മേടിക്കുക. നല്ല വിലയിടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മണി കൊടുക്കും, ആ കുട്ടിക്കൊന്നും കൂടി അത് ഇൻട്രസ്റ്റഡ് ആവും. അപ്പോൾ അതൊരു ബിസിനസ്സാക്കി എടുക്കും. ബിസിനസ് ചെയ്യുമ്പോൾ കുട്ടി ഒരുപാട് സൊസൈറ്റിയിൽ ഒരുപാട് പേര് സെർവ് ചെയ്യണം. അപ്പോൾ അതൊരു സർവീസാണ്. ആ സർവീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അതപ്പോൾ ആ കുട്ടി ഒരു പേർപ്പസ് പേർപ്പസ് ഓഫ് ലിവിങ് എടുക്കും. അപ്പോൾ ആ കുട്ടി തന്നെ അറിയപ്പെടും. ഷീസ് നോൺ ആസ് ദ മോസ്റ്റ് ഫേമസ് ബേക്കർ. അങ്ങനെയൊക്കെ അറിയുമ്പോൾ ഒരുപാട് പേർക്ക് സർവീസ് ചെയ്യണമല്ലേ. അപ്പോൾ ആ കുട്ടിയുടെ ലിവിങ് പേർപ്പസ് തന്നെ ഉണ്ടാക്കിയെടുക്കും. അല്ലാതെ നമ്മൾ ലിമിറ്റഡ് ബിലീഫ്സിൽ നമ്മുടെ ലൈഫിൻ്റെ പേർപ്പസിനെ മാറ്റിയെടുക്കരുത്. ലൈഫിൻ്റെ പേർപ്പസ് വെറുതെ ഈ രാവിലെ എഴുന്നേറ്റ് രാത്രിയാകുമ്പോൾ കിടക്കുന്ന ആ ഒരു ചെറിയൊരു സ്റ്റോറിയായിട്ട് മാത്രം എടുക്കരുത്. നമുക്ക് എന്തെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾ വേണം. നമുക്ക് ആ ഗോൾ സെറ്റ് ചെയ്യണം. ഇത്ര പേർക്ക് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കേക്ക് ബേക്കർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾ ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്ര പേർക്ക് കൊടുക്കാണ്ട്, അപ്പോൾ ആ കുട്ടിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തുണ്ട്, ഇത്രയും പേർക്ക് ഡെലിവറി ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ ആ കുട്ടി രാത്രി സെറ്റ് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഗോൾസ് ഉള്ളവർക്ക് ഒരുപാട് ലൈഫിൽ അച്ചീവ് ചെയ്യാനുണ്ട്. സോ you should have a purpose in your life. That's the conclusion. Thank you for listening to me, and have a wonderful day. Thank you.